ഈ നിലമ്പൂരിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാട് കാണുമ്പോൾ സത്യത്തിൽ തമാശ തോന്നുന്നു. ചില കാലങ്ങളിൽ, അതായത് ഈ വാവ് സമയത്തൊക്കെ ചില പാമ്പുകൾക്ക് വലിയ വിഷമുണ്ടാകും എന്ന് പറയുന്നത് പോലെ ചില സമയത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വിഷമുണ്ടാകുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന ഒരവസ്ഥ നിലമ്പൂരിൽ കാണുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു തെരഞ്ഞെടുപ്പിൽ PDPക്ക് വിഷം, വർഗീയ വിഷം എന്ന് പറയുന്നു. പിന്നീട് PDP പിന്തുണ നൽകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാണ് വിഷം എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഓരോ പാർട്ടിയെയും ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ വാങ്ങി മറ്റൊരു തെരഞ്ഞെടുപ്പിന് വോട്ടുകൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവരെ അടിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം, അത് ഏത് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ എന്ത് മാവിനി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്ത് അളവ് കോൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഇവരുടെ വർഗീയതയൊക്കെ അളക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നിലമ്പൂരിൽ അതാണ് കാണുന്നത്. ഇപ്പോൾ PDP നല്ല പാർട്ടിയും വെൽഫെയർ പാർട്ടി വളരെ മോശമായ ഒരു പാർട്ടിയുമായി മാറിയിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഇത് മാർക്സിസ്റ്റ് പാർട്ടി വർഗീയ ശക്തികളെ കൈകാര്യം ചെയ്യുന്നതിൽ പറ്റുന്ന പാളിച്ചയാണ്. കോൺഗ്രസിനും ചില സന്ദർഭങ്ങളിൽ അത്തരം പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത് ഈ വർഗീയ സംഘർഷങ്ങൾ ഇവിടെ മൂർച്ഛിപ്പിച്ച് തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന BJP രംഗത്തുണ്ട്. ഈ വിഷയം സംസാരിക്കുമ്പോൾ BJP കൂടെ നമ്മൾ മുമ്പിൽ കാണണം. അതെ, കേരളത്തിൻ്റെ ഒരു ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും രണ്ടും തെറ്റ് തന്നെയാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ വർഗീയ ശക്തികളുടെ എന്തെല്ലാം ആഹ്വാനം ചെയ്യുമ്പോഴും അവർ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയായിരിക്കും, ചിലപ്പോൾ CPMൻ്റെ കൂടെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ വിഭാഗമെങ്കിലും BJPയുടെ കൂടെയും പോകുന്നുണ്ട്. ഇവർക്ക് എന്ത് വർഗീയ ശക്തികളെ എങ്ങനെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനാണ് പറ്റും എന്നാണ് ആര് ശ്രമിക്കേണ്ടത്? കോൺഗ്രസും CPMും എല്ലാം ശ്രമിക്കേണ്ടത്. മുഖ്യധാര രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ BJPയുടെ ഹിന്ദു വർഗീയത തനിയെ ഇല്ലാതാവും. അപ്പോൾ ഈ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല ഉദാഹരണം മുസ്ലിം ലീഗാണ്. ഹൈദരാബാദിലെ നസറുദ്ദീൻ ഒവൈസിയാണ്. ഇവരൊക്കെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി. അപ്പോൾ എത്ര മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നോ അത്രയും തീവ്രത, വർഗീയ തീവ്രത കുറഞ്ഞു വരും. നമുക്കറിയാം, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്തൊക്കെ പാണക്കാട് തറവാട്ടിൽ നിന്നും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്നും വന്ന വളരെ പക്വതയോടുകൂടിയുള്ള ചില നിർദ്ദേശങ്ങളും ചില ആഹ്വാനങ്ങളുമാണ് കേരളത്തെ വലിയൊരു കലാപങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിച്ചത് എന്ന് നമുക്ക് വായിച്ചിട്ടറിയാം. സാറിനൊക്കെ നേരിൽ അറിയാവുന്നതൊക്കെയാണത്. അന്ന് മുസ്ലിം ലീഗ് വളരെ പക്വതയോടെ പെരുമാറി. പക്ഷേ അതിന് ശേഷം പൊട്ടിമുളച്ച ചില പാർട്ടികൾ, പ്രത്യേകിച്ച് PDPയെ പോലെയുള്ള പാർട്ടികളൊക്കെ പറഞ്ഞു വന്നത് തന്നെ മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്നുള്ള തലത്തിലാണ് മറ്റുള്ള പാർട്ടികളുടെ രൂപമെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വെൽഫെയർ പാർട്ടി ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും അതുപോലെ PDP ആയാലും എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വർഗീയത കൂടണമെന്നുള്ള തരത്തിൽ തന്നെയാണ് വന്നത്. അതിൻ്റെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം പറയാം. CPM എങ്ങനെയാണ് ഓരോ കാലാകാലങ്ങളിൽ മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, ഇതെല്ലാം CPM മാറി മാറി കളിക്കുന്ന കളിയാണ്. മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച ഏറ്റവും പരിഹാസ്യമായ രംഗം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും പശുക്കളെ കൊന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പശുമാംസം ഭക്ഷിച്ചതിൻ്റെ പേരിൽ ഏതാനും മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. തീർച്ചയായിട്ടും അതിനെ ശിക്ഷിക്കണം, അപലപിക്കണം, എല്ലാം വേണം. പക്ഷെ ഇവർ അഖില ലോക വിപ്ലവ പ്രസ്ഥാനം, ചെഗുവരയൊക്കെ ഉൾപ്പെട്ട പ്രസ്ഥാനം, ഇവർ ബീഫ് ഫെസ്റ്റിവൽ നടത്തി. എവിടെയാണെന്നറിയാമോ? കോഴിക്കോട് ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്ന ഉദ്ദേശമാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. തല്ലുമില്ല, വഴക്കുമില്ല, ഒന്നുമില്ല. ഇവിടുത്തെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ, ഈ ഏറ്റുനടക്കാൻ സംഘടന എന്നുള്ള ഏറ്റുനടക്കാൻ ജീവനില്ലാത്ത DYFIക്കാരൻ വരിക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവനാണോ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നത്? അതാണ് യഥാർത്ഥ കപട വർഗീയത. അവിടെ അത് മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കപട സ്നേഹം. അതാണ് മുസ്ലിങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, തങ്ങളെ പറ്റിക്കാനുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ അസംബ്ലി ഇലക്ഷനിൽ കൊടുത്ത പല വോട്ടുകളും
പാർലമെന്റ് ഇലക്ഷൻ ആയപ്പോഴത്തേക്കും അവർ മാറ്റിക്കുത്താൻ തയ്യാറായത്. ഇവർക്ക് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല. കാര്യമില്ല. അത് ആ തിരിച്ചറിവ് അവർക്കുണ്ട്. അതെ. ആ തിരിച്ചറിവ് നാളെ അസംബ്ലി ഇലക്ഷനിലേക്ക് ബാധിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മലപ്പുറം പരാമർശം കൂടി നടത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. മലപ്പുറം ഈ ഹിന്ദു മാസികയ്ക്ക് കൊടുത്ത അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിന് കൊടുത്ത വലിയൊരു അഭിമുഖം അത് കേരളത്തിലെ മലപ്പുറം ജില്ലയെ വളരെയധികം ആക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണ്. അതായത് കേസുകൾ, പിടിച്ചെടുക്കുന്ന കേസുകൾ എല്ലാം തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പണവും ഇവിടുത്തെ സ്വർണവും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്ത നൽകി. അതൊരു ജില്ലയെ മുഴുവൻ അപമാനിച്ചു. എന്നിട്ടും തീർന്നില്ല. പിന്നെ വെള്ളാപ്പള്ളി നടേശനെ ചുങ്കത്തറയിലേക്ക് അയച്ചു. അതായത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൻ്റെ മണ്ണിലേക്ക് തന്നെ അയച്ച് അന്ന് പറഞ്ഞിരിക്കുകയാണ്, മലപ്പുറം ജില്ലയിൽ മറ്റുള്ള ജാതികൾക്കും മതങ്ങൾക്കും ജീവിക്കാനുള്ള ഒരവസരവുമില്ല, ഇവിടെ മുസ്ലിങ്ങൾ തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞ് തിരിച്ചുപോയ വെള്ളാപ്പള്ളി നടേശനെ മാലയിട്ട് സ്വീകരിച്ചത് പിണറായി വിജയനാണ് ചേർത്തലയിൽ വെച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള വർഗീയം പറയാനും വർഗീയം പ്രവർത്തിക്കാനുമുള്ള ഒരു വലിയൊരു കഴിവ് അത് CPM എപ്പോഴും ഉണ്ട്. അതിൽ നിന്നാണ് അവർ തമ്മിലടി നടക്കുമ്പോൾ അതിൽ നിന്നുള്ള ചോര കുടിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് CPM രാഷ്ട്രീയം പല സമയത്തും ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയല്ലേ ഇപ്പോഴും നടക്കുന്നത്. ക്രിസ്ത്യൻ രാഷ്ട്രീയത്തെ അങ്ങനെ ഉപയോഗിക്കാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. ഒരേ സമയം ബിഷപ്പ് നികൃഷ്ട ജീവി എന്ന് ബിഷപ്പിനെ വിളിക്കുകയും മറുവശത്ത് ബിഷപ്പിനെ താലോടാൻ പോവുകയും ചെയ്യും. അതെ അതെ. അപ്പൊ അങ്ങനത്തെ കളികൾ ഈ സഭ ക്രിസ്ത്യൻ തിരുകേശ യാത്രയെ വളരെയധികം ആക്ഷേപിക്കുകയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോടൊപ്പം ചേരുകയും ഒക്കെ ചെയ്തു. അതെ. അപ്പൊ ഇതിലെ പ്രശ്നം വെച്ചാൽ ഇത്തരം തട്ടിപ്പുകൾ അധിക നാൾ നിലനിർത്താൻ പറ്റില്ല. മുസ്ലിം ജനവിഭാഗം മനസ്സിലാക്കി കഴിഞ്ഞു. അതെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നേതൃത്വം, പിണറായി വിജയന്റെ നേതൃത്വം ഇതൊരു തട്ടിപ്പാണ്, തങ്ങളെ ചതിച്ചു കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ കാലിപ്പൂർ വിമാനത്താവളത്തിൽ വരുന്നവരെ ഗൾഫിൽ നിന്ന് വരുന്ന ആണ് സ്വർണം കൊണ്ടുവരുന്നത്. ഗൾഫിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ സ്വർണം കൊണ്ടുവരുന്നത്. ആ സ്വർണം കൊണ്ടുവരുന്നവർ ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യക്കാർക്ക് സ്വർണ്ണത്തോട് ക്രേസ് ഉണ്ട്, കൂടുതൽ പ്രാവശ്യം ഇവിടെ വന്നു പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണം കടത്തുന്നവരുടെ കൂട്ടത്തിലും അവർ 1-2 പേരുണ്ടായിരുന്നു വരും. പക്ഷേ അമേരിക്കയിൽ നിന്ന് അങ്ങനെ സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നില്ല. അപ്പോൾ ക്രിസ്ത്യൻസോ മറ്റു ജാതിക്കാരോ അതിനകത്ത് വരുന്നില്ല. ഈ ഗൾഫിൽ നിന്ന് വരുന്ന യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. കാരണം സ്വർണം ഒരു ആസ്തിയായിട്ട് തന്നെയാണ് അവർ പരിഗണിക്കുന്നത്. എങ്ങനെയെങ്കിലും മറ്റേത് അമേരിക്കയിലുള്ളവർക്ക് അവരുടെ ജോലിയും വരുമാനം ആവശ്യത്തിൽ കൂടുതൽ വരുമാനം അവിടെ കിട്ടുന്നുണ്ട്. നാട്ടിലവർ സമ്പാദിച്ചു കഴിഞ്ഞു, തോട്ടമുണ്ട്, എല്ലാം ഉണ്ട്. ഇതില്ലാത്തൊരു വിഭാഗമാണിത്. അപ്പോൾ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വർഗീയതയുടെ പേരിൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ കൊണ്ടുവരുന്നതല്ല, സാമ്പത്തിക നേട്ടം മാത്രം ഉദ്ദേശിച്ച് കൊണ്ടുവരുന്നതാണെന്ന് മനസ്സിലാക്കാൻ ഉള്ള പ്രായോഗിക ബുദ്ധി പിണറായിക്കില്ല പോയി. അതുമാത്രമല്ല, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി UDF പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തുടങ്ങിയതാണ് അവരുടെ വലിയ രീതിയിലുള്ള വെപ്രാളം എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ MV ഗോവിന്ദൻ വിളിച്ച് പത്രസമ്മേളനം വിളിച്ച് PDP പീഡിപ്പിക്കപ്പെടുന്ന പാർട്ടിയാണ് എന്നും വെൽഫെയർ പാർട്ടിയാണെങ്കിൽ അത് ലോകത്ത് മൊത്തം മതരാഷ്ട്രം വേണമെന്ന് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ മതരാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ പാർട്ടിയാണെന്നും പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെ നമുക്ക് എതിർക്കാൻ പറ്റും? കാരണം ഇപ്പം മുസ്ലിങ്ങൾ ലോകം മുഴുവൻ മുസ്ലിം രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ മുസ്ലിം മതം രാജ്യം വരണമെന്ന് പറയുമ്പം ഇപ്പുറത്തെ BJP ഉണ്ട്, അഖണ്ഡ ഭാരതം. അങ്ങ് അഫ്ഗാനിസ്ഥാനും ഇന്തോനേഷ്യയും മലേഷ്യയും ഒക്കെ ഉൾപ്പെട്ട തായ്ലൻഡൊക്കെ ഉൾപ്പെട്ട ഒരു ഭാരതം ആണ് ഇവിടുത്തെ BJP-കാരൻ്റെ സ്വപ്നം കാണുന്നത്. അതുപോലെ തന്നെ ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം ഇവിടെയും കാണുന്നുണ്ട് കുറേ പേര്. അതിനെ നമ്മൾ മുസ്ലിമിൻ്റെ അഭിപ്രായം പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ ദിവസം തന്നെ ജമാഅത്തെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു നേതാവ് റഫീഖ് എന്നാണ് പേരും തോന്നുന്നു എനിക്ക്, അദ്ദേഹം ചാനൽ ചർച്ചകളുടെ വളരെ വ്യക്തമായി പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള ഫ്ലാറ്റിലും അതുപോലെ തന്നെ ആ ഫ്ലാറ്റിന് നേരെ എതിർവശത്തുള്ള AKG മന്ദിരത്തിലും AKG ഭവനിലും പോയി ചർച്ച നടത്തിയിരുന്നു. ആരാ പറയുന്നത്? വെൽഫെയർ പാർട്ടിയുടെ നേതാവാണ്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ ചില കേന്ദ്രങ്ങളിൽ വെച്ചും CPM നേതാക്കളുമായി ചർച്ച നടത്തി. അതുപ്രകാരം മലപ്പുറം ജില്ലയിൽ മാത്രം 26ഓളം ഗ്രാമപഞ്ചായത്തുകൾ തദ്ദേശ ഭരണം നടത്തി. അത് കുറേ പഞ്ചായത്തുകളുടെ പേര് അദ്ദേഹം പറയുന്നു. മുക്കം മുനിസിപ്പാലിറ്റി അടക്കമുള്ള മുനിസിപ്പാലിറ്റികളുടെ പേര് അദ്ദേഹം പറയുന്നു. ബാക്കിയുള്ള ഒരുപാട് ജില്ലകളിലെ കൊടിയത്തൂർ പോലെയുള്ള പഞ്ചായത്തിൻ്റെ പേര് അദ്ദേഹം പറയുന്നു. അങ്ങനെ എത്രയോ 100ഓളം എത്രയോ പഞ്ചായത്തുകൾ ഒന്നിച്ചുകൂടി ഭരിച്ച്
എത്രയോ നേട്ടമുണ്ടാക്കിയ ഒരു പാർട്ടിയെ ഒരു ദിവസം സുപ്രഭാതത്തിൽ UDFന് സപ്പോർട്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ തള്ളിക്കളയുകയാണ്. തള്ളിക്കളയുക മാത്രമല്ല, അവർ വർഗീയവാദികളാണ് എന്ന് മുദ്ര കുത്തുകയാണ്. എന്നിട്ട് അതേ തരത്തിലുള്ള മറ്റൊരു വർഗീയവാദം കളിച്ചവരെ നെഞ്ചോട് ചേർക്കുകയാണ്. ഇതാണല്ലോ യഥാർത്ഥത്തിൽ അവസരവാദ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ കൊടിയ വിഷം, ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഇപ്പം ഇന്ത്യയുടെ ഏറ്റവും വലിയ ദൗർബല്യം, മഹാത്മാഗാന്ധിയെ പോലെ ഈ വിഷത്തെ ഉൾക്കൊള്ളാൻ പണ്ട് ശിവൻ കാളകൂട വിഷം ഭൂമിയിൽ വീഴാതിരിക്കാൻ വേണ്ടി വിഷം വിഴുങ്ങിയെന്ന് പറയുന്ന പോലെ, അല്ലെ ഇതിനോട് ഫൈറ്റ് ചെയ്യാൻ ഒരു ഗാന്ധി നമുക്ക് ഇല്ല എന്നുള്ള ഇതുണ്ട്. ഇതെല്ലാം പരസ്പരം വാശിയും പകയുമാണ്. അവിടെ ഇസ്രായേലും ജൂതന്മാരുമായിട്ടുള്ള തർക്കം ഉണ്ടാകുമ്പോൾ അത് ഇവിടെ ആളെ കത്തിക്കാൻ നോക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മറ്റു ഈജിപ്തിലോ സിറിയയിലോ ഒന്നും ഉണ്ടാകാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത് ഒരു ചെറിയ വിഭാഗം സൃഷ്ടിക്കുന്ന പ്രശ്നമാണ്. അവരുടെ പ്രശ്നം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. ഇസ്രായേൽ ജൂതന്മാരും ഇവരുമായിട്ടുള്ള പ്രശ്നം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. അത് പരിഹരിക്കാൻ അവിടെ ഒരു രാഷ്ട്രതന്ത്രം ഇല്ലാതെ പോകുന്നു, രാഷ്ട്രീയ ഇല്ലാതെ പോകുന്നു. ഇന്നലെ മൈത്രേയൻ്റെ ചർച്ച കണ്ടു. ഒന്നാലോചിച്ചാൽ ഈ യുദ്ധങ്ങൾ, ഈ പോരാട്ടങ്ങൾ, മേധാവിത്വത്തിന് വേണ്ടിയുള്ള എല്ലാ പരിപാടികളും എത്രയോ വിപുലവും വ്യാപകവുമായിരുന്നു ഇന്ത്യയിൽ. കൊച്ചിയും കോഴിക്കോടും തമ്മിൽ യുദ്ധം, തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം, ഓരോ നാട്ടുരാജ്യങ്ങളും പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അങ്ങ് കാശ്മീർ ചെല്ലുന്നവർ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളില്ല. എങ്ങനെ ഇല്ലാതായി എന്ന് ആലോചിക്കണ്ടേ? യോജിപ്പുണ്ടായപ്പോൾ, പരസ്പരം യോജിപ്പുണ്ടായപ്പോൾ ആ യുദ്ധങ്ങളില്ലാതായി. ഇപ്പോഴും യുദ്ധം നടക്കുന്ന ചില മേഖലകളുണ്ട്. അത് പശ്ചിമേഷ്യയിലാണ്. അതിൻ്റെ വേറെ കാരണങ്ങളുണ്ട്. സാമ്പത്തിക കാരണമാണ് മെയിൻ. എണ്ണയുടെ സമ്പത്ത് കിട്ടി, അതിൻ്റെ നിയന്ത്രണം തന്നെ ഘടകം. അത് പുറമേ പറയില്ല. പുറമേ അള്ളാഹുവിൻ്റെയോ യേശുക്രിസ്തുവിൻ്റെ കാര്യം പറയുള്ളൂ. അത് എന്ന് സാധാരണ ജനത തിരിച്ചറിയുമ്പോൾ, വിദ്യാഭ്യാസം കിട്ടുന്ന ജനത തിരിച്ചറിയുമ്പോൾ ഉറപ്പായിട്ടും ആ നയത്തിൽ നിന്ന് മാറും. യഥാർത്ഥത്തിൽ ഈ നിലമ്പൂരിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വർഗത്തോടോ അല്ലെങ്കിൽ ഒരു മതത്തോടോ ഉള്ള സ്നേഹമോ അല്ലെങ്കിൽ അവരെടുക്കുന്ന നിലപാടുകളെ എതിർക്കുകയോ ആകർഷിക്കുകയോ ചെയ്യുന്നതൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിൽ പച്ചയായ രാഷ്ട്രീയം കളിച്ച് അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയം തന്നെ കളിച്ച് പറ്റുന്നത് നേടിയെടുക്കാം എന്നുള്ള അവസാനത്തെ ഒരു അടവാണ്. സത്യത്തിൽ ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു മതേതര പ്രസ്ഥാനമായി നിൽക്കുന്ന ഒരു പാർട്ടി, അത് CPM ആയാലും കോൺഗ്രസ് ആയാലും, ഇങ്ങോട്ട് വരുന്ന പിന്തുണയെ പിന്നൊന്നും പറയാതിരിക്കാനും കഴിയില്ല, പറയാനും കഴിയില്ല. അങ്ങോട്ട് പോയി ഇടപെടുന്നത് ശരിയല്ല. ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ PDP ഒരു ഭാഗത്ത് പിന്തുണ നൽകുമ്പോൾ മറുഭാഗത്ത് ഹിന്ദു മഹാസഭ എന്നുള്ള പേരിൽ, അഖില ഭാരത ഹിന്ദു മഹാസഭ എന്ന പേരിൽ മറുഭാഗത്തു നിന്നൊരു പിന്തുണ വരുന്നു. അതും രണ്ടും തള്ളിക്കളഞ്ഞിട്ടില്ല CPM. പക്ഷേ CPMൻ്റെ യഥാർത്ഥ നേതാക്കന്മാരായി ഇപ്പോൾ നമുക്കറിയാം VS അച്യുതാനന്ദൻ അല്ലെങ്കിൽ EK നയനാറൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയെ പിടിച്ചുകൊടുത്തതാരാണ്? EK നയനാറാണല്ലോ. EK നയനാർ അത് കോയമ്പത്തൂരിൽ തന്നെ പ്രസംഗിച്ച ആ പത്ര കട്ടിംഗ് ഒക്കെ ഇന്നും പുറത്തു വരുന്നുണ്ടല്ലോ, ഞാൻ പിടിച്ചുകൊടുത്തതാണ് എന്നൊക്കെ. അതുപോലെ തന്നെ മദനി സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ അച്യുതാനന്ദൻ അതിനൊരു കാര്യമായ ഒരു മുഖവിലക്കേ എടുത്തിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ സ്വീകരിച്ചിരുത്തി. അപ്പോൾ പഴയ CPM നേതാക്കളും ഇന്നത്തെ പിണറായിയുടെ CPMും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് വർഗീയ പ്രീണനം തന്നെയാണ്. അത് ഭൂരിപക്ഷ പ്രീണനമായാലും ന്യൂനപക്ഷ പ്രീണനമായാലും വോട്ട് കിട്ടുന്നതിന് വേണ്ടി എന്തും ആകാം എന്നുള്ളൊരു തരത്തിലേക്ക് പിണറായി വിജയൻ്റെ രാഷ്ട്രീയം മാറിയില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. പിണറായി വിജയന് രക്ഷപ്പെടണമെങ്കിൽ ബൗദ്ധികമായി എന്തെങ്കിലുമൊക്കെ ആശയപരമായ കാര്യം പറഞ്ഞ് ജനങ്ങളുടെ നേതാവായിട്ട് നിൽക്കാൻ EMSനെ പോലെ നിൽക്കാൻ പറ്റില്ല. ജനങ്ങളുമായി സൗഹൃദം സ്ഥാപിച്ച് ജനങ്ങളെ സന്തോഷിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ ശാന്തമായി അന്വേഷിച്ച് നയനാരെ പോലെ നേതാവായി നിൽക്കാൻ പിണറായി വിജയന് കഴിയില്ല. പിണറായി വിജയന് കഴിയുന്നത് ഭീഷണിയുടെ സ്വരത്തിൽ മാത്രം സംസാരിക്കാനേ കഴിയുള്ളൂ. അതിന് അടിമകളായ കുറേ ആൾക്കാർ അതിന് നിൽക്കുകയും ചെയ്യും. ഇദ്ദേഹം മണ്ടനാണെന്നുള്ളതിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ എന്ത് മണ്ടത്തരം പിണറായി വിളിച്ചു പറഞ്ഞാലും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ സ്വരാജിനെ പോലുള്ള ആൾക്കാരുണ്ട്, KR മീരയെ പോലുള്ള സാഹിത്യകാരികളുണ്ട്. അങ്ങനെ ഇവരുടെ പ്രോത്സാഹനം കാണുമ്പോൾ ഇതെല്ലാം സത്യമാണ് എന്ന് ഒരു മായിക പ്രപഞ്ചം പിണറായി വിജയൻ സ്വയം സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. അതൊരു നീർക്കമുള പോലെ കുത്തിപ്പൊട്ടിക്കുമ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും വലിയ പതനം ബംഗാളിലേക്കാൾ വലിയ പതനമായിരിക്കും ചിലപ്പം കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. ഒരു കാര്യം സത്യമാണ്, അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പറയാം. കേരളത്തിലെ LDFന് പറയാൻ, പ്രത്യേകിച്ച് CPMന് പറയാൻ ഒന്നുമില്ല. എല്ലായിടങ്ങളിലും തകർന്നിരിക്കുന്നു. പ്രത്യേകിച്ച്
മലപ്പുറം ജില്ലയിലും അതുപോലെ നിലമ്പൂർ മണ്ഡലത്തിലും നോക്കുമ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ നിലമ്പൂരിൻ്റെ പ്രശ്നമായി നിൽക്കുന്ന വന്യമൃഗ ആക്രമണവും അതുപോലെ തന്നെ വയനാട് ചുരത്തോടുള്ള പശ്ചിമഘട്ടത്തോടുള്ള വലിയ എതിർപ്പും കവളപ്പാറ ദുരന്തമൊക്കെ അഭിമുഖീകരിച്ച ഒരു നാടിൻ്റെ വലിയ വേദനകൾ മുന്നിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന ദേശീയപാത പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിരിക്കുകയാണ്. അതിൽ വലിയൊരു അഴിമതി മുന്നിൽ കാണുന്നു. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി നിൽക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പിണറായി വിജയന് ഇങ്ങനെയുള്ള വർഗീയതയല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയെയും PDPയെയും രണ്ട് തെറ്റിൽ നിർത്തുകയും വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം.